10th CBSE ബോർഡ് എക്സാമിനേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലർക്കും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അതിൽ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിരിക്കും മാത്തമാറ്റിക്സിൽ MCQs ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, MCQസിൽ മാർക്ക് ഒരുപാട് നഷ്ടപ്പെടുന്നു എന്നുള്ളത് അല്ലേ. സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോണ ചെക്ക് ഔട്ട് ഹൗ ടു ക്രാക്ക് MCQs. സോ മക്കളെ, നമ്മുടെ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ് MCQs എന്ന് പറയുന്നത്. സെക്ഷൻ എയിലെ ആദ്യത്തെ 20 ചോദ്യങ്ങളാണ് MCQs ആയിട്ടുണ്ടാവുക. അതിൽ 18 എണ്ണം നോർമൽ MCQസും 2 എണ്ണം അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. നോർമൽ MCQസിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഈ നോർമൽ MCQs എന്ന് പറയുന്നത് 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ. പണ്ട് നിങ്ങളൊരു 2 വർഷത്തെ 3 വർഷത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ 2 മാർക്കിനും 3 മാർക്കിനും എന്തിന് 4 മാർക്കിന് വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പോൾ MCQs ആയിട്ട് ചോദിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെതാണെങ്കിലും ചില ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതി വരുമ്പോഴത്തേക്ക് 1 മിനിറ്റും 2 മിനിറ്റും അല്ല 4-5 മിനിറ്റുകൾ കഴിഞ്ഞിട്ട് നമുക്ക് സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം 1 മാർക്കിൻ്റെ ക്വസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 20 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എക്സാമിനേഷൻ്റെ 90% ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുകയും ബാക്കിയുള്ള മെജോറിറ്റി പെർസെൻറ്റേജിന് നമുക്ക് സമയമില്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. അതായത് MCQs ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോയി, സമയം കിട്ടിയില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് MCQs അവസാനത്തേക്ക് മാറ്റി വെക്കുക. നിങ്ങൾ ആദ്യം സെക്ഷൻ ബിന്ന് തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങിക്കോളൂ, സെക്ഷൻ സിന്ന് തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് സെക്ഷൻ ഇന്ന് തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. MCQs നിങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം, 3 മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്യാം, 2 മാർക്സിൻ്റെ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തിരിച്ച് MCQസിലേക്ക് വരാം. MCQs സപ്പോസ് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല, ഒരു 2 ക്വസ്റ്റ്യൻസ് വിട്ടുപോയി, എഴുതാൻ പറ്റിയില്ല, നിങ്ങൾക്ക് എത്ര മാർക്ക് പോകും? കൂടി പോയാൽ 2 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുള്ളൂ. ഒരു 2 MCQs നിങ്ങൾക്ക് സമയം കിട്ടിയില്ല അറ്റൻഡ് ചെയ്യാൻ, ഓക്കെ, 2 മാർക്ക് അവിടെ നഷ്ടപ്പെടുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ഓർഡറിൽ എഴുതി വന്നു, അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല, 2 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ് നഷ്ടപ്പെടുന്നത്, 8 മാർക്സ് ബൂം പോയി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സമയം ഒരു വിഷയമാണെങ്കിൽ MCQs നിങ്ങൾ നിർബന്ധമായിട്ടും ഈവൻ കേസ് സ്റ്റഡി, ഈവൻ അസേഷൻ റീസൺ ഉൾപ്പെടെയുള്ള MCQs നിങ്ങൾ അവസാനത്തേക്ക് മാറ്റിവെക്കുക. ഇനി MCQs ക്രാക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലീനിയർ ഇക്വേഷൻസ് എന്ന പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓപ്ഷൻസ് ഒന്നും നോക്കാണ്ട് എന്ത് ചെയ്യും, നേരെ സൊല്യൂഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, മറ്റേ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നേരെ എഴുതിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകും. എന്ത് കാര്യത്തിനാണ്? നമുക്ക് സൊല്യൂഷൻസ് ആൻസറിൽ ഓപ്ഷൻസ് ആയിട്ടുണ്ടാവും, ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് അവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ആ ഓപ്ഷൻസിലെ വാല്യൂസ് നമുക്ക് ഓരോന്നായിട്ട് ആ ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഏതാണോ ഓപ്ഷൻ ഉള്ളത്, ഓപ്ഷൻ അല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുക, ബാക്കിയുള്ളൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും, ആ ആൻസർ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ പണിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് പല കുട്ടികളും 1/2 പേജ് 1 പേജൊക്കെ ഫുള്ളായിട്ട് ഇതെന്ത് ചെയ്യും, സോൾവ് ചെയ്ത് കൊണ്ടുവരും. ഒരാവശ്യമില്ല. ഓപ്ഷൻസിലേക്ക് കൃത്യമായിട്ട് നോക്കുക, എന്നിട്ട് ആ ഓപ്ഷൻസ് നമ്മളെ ക്വസ്റ്റ്യനിൽ സ്യൂട്ട് ആവുമോ നോക്കുക. മിക്ക ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യനിൽ അധിക സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്, അതിലധികം സമയം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതവിടെ വെക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എക്സാം ഫുള്ള് എഴുതി കഴിയുക. ഫുള്ള് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി സമയമുള്ളപ്പോൾ മാത്രം ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയിട്ട് അത് ആൻസർ ചെയ്യാം. ഒരു കാരണവശാലും MCQസിൽ നിങ്ങൾ സ്റ്റക്കായി കഴിഞ്ഞാൽ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യരുത്. 1 മിനിറ്റ് പോലും ഒരു MCQ ക്വസ്റ്റിന് വേണ്ടി, ഒരു MCQന് വേണ്ടി നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് MCQs ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് അങ്ങോട്ട് എഴുതിയിട്ട് ക്രാക്ക് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണോടാ. ഏത് ക്വസ്റ്റൻ ആണെങ്കിലും, മാത്സിൽ ഏത് ക്വസ്റ്റൻ ആണെങ്കിലും നിങ്ങൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള വേർഡായിരിക്കും പ്രാക്ടീസ് ചെയ്യുക, എഴുതി പഠിക്കുക എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ട് നമ്മൾ മാത്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പഠിച്ചു, നമ്മൾ ക്ലാസ് കണ്ട് മാത്രം പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കണ്ട് മാത്രം പഠിക്കുകയാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് ടീച്ചറെ ക്ലാസ് മാത്രം കണ്ടു, ടീച്ചർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്ലാസ്സിലെടുത്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ആ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ആ ക്വസ്റ്റ്യൻ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ വൺസ് നിങ്ങളത് ആൻസർ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് സ്റ്റെക്കായി പോകും.
ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുണ്ടാവും, അത് നിങ്ങളോട് വിട്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മൈനസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവില്ല. ചെറിയൊരു എറർ സംഭവിക്കും, ക്വസ്റ്റ്യൻ മിക്കവാറും തെറ്റിപ്പോകും. അപ്പോൾ ഈ എറേഴ്സ് ഇത് എന്താ പറയുക, നിങ്ങളുടെ പ്രശ്നം കൂടെ സംഭവിക്കുന്നതല്ല. മാത്തമാറ്റിക്സിൽ ആരാണെങ്കിലും ചെയ്ത് പഠിക്കുമ്പോൾ എറേഴ്സ് ഉണ്ടാവും, സ്റ്റെക്കായി പോകും, പല മിസ്റ്റേക്കുകളും സംഭവിക്കാറുണ്ട്. ഈവൻ നിങ്ങളുടെ ടീച്ചേഴ്സ്, ഞാനും എല്ലാവരും ചെയ്ത് പഠിക്കുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പം ഈ മിസ്റ്റേക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ ഇന്ന് ചെയ്യുമ്പോൾ എനിക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയില്ലായിരുന്നു, എനിക്ക് ഡിവിഷനിൽ ഡൗട്ട് ഉണ്ട്, ഓക്കെ ഞാൻ ഡിവിഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട് ആൻസർ. ഈ മിസ്റ്റേക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്താൽ മാത്രമേ മാത്സിൽ നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മിസ്റ്റേക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പലരും അൺഫോർച്ചുനേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എക്സാം എഴുതുന്ന സമയത്താണ്. അതിന് മുന്നേ ചെയ്ത് പഠിക്കില്ല. അപ്പോൾ എന്താ, എക്സാം എഴുതുമ്പോൾ സ്റ്റെക്കായി പോവും, മിസ്റ്റേക്സ് പറ്റും, തെറ്റിപ്പോവും, മാർക്ക് പോവും. പക്ഷേ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഈ മിസ്റ്റേക്സ് ഒക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യണം. അതിന് മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ എഴുതി നോക്കുക, ഒരു ക്വസ്റ്റൻ എടുത്ത് വെക്കുക, ആൻസർ എഴുതി വെക്കുക, ആൻസർ കിട്ടുന്നത് നോക്കുക, അല്ലെങ്കിൽ സ്റ്റെക്ക് ആവുന്നത് നോക്കുക. ഇനി മിസ്റ്റേക്ക് വരികയാണെങ്കിൽ എവിടെയാണ് ആ മിസ്റ്റേക്ക് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റെക്ക് ആവുകയാണെങ്കിൽ എവിടെയാണ് സ്റ്റെക്ക് ആവുന്നതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇനി അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും അത്യാവശ്യം നല്ല കൺഫ്യൂസിംഗ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾ കൃത്യമായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് വായിച്ച് നോക്കുക. അതും ഈ പറഞ്ഞ പോലെ അവസാനത്തേക്ക് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ആലോചിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ആൻസർ തെറ്റായി ഒരു മാർക്ക് പോയി, കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഒരു മാർക്ക് പോയി. അപ്പോൾ ഏറ്റവും അവസാനത്തേക്ക് വെക്കുക ആൻഡ് മാക്സിമം ആലോചിച്ചിട്ട് ഓക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ കറക്റ്റ് തന്നെയല്ലേ. ആൻഡ് പലരുടെയും മിസ്റ്റേക്കാണ്, രണ്ട് ഓപ്ഷൻസ് ശരിയായി കഴിഞ്ഞാൽ അവർ നേരെ പോയിട്ട് ഓപ്ഷൻ എന്താ പറയുക എ അങ്ങോട്ട് മാർക്ക് ചെയ്യും. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. പക്ഷേ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ, അതിന് കറക്റ്റ് റീസൺ ആണോ സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് കൂടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം MCQs ക്രാക്ക് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ MCQs പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. MCQs എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും, മാക്സിമം MCQs നമുക്ക് എവിടെ നിന്ന് കിട്ടും? യെസ്, അതിനാണ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് ഒരുപാട് MCQs ഡെയിലി ഞങ്ങൾ തരുന്നുണ്ട്. MCQs നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അസ്ത്ര ബാച്ചിൽ ദിവസം ഒരു പീരീഡ് ഉണ്ടെങ്കിൽ ആ പീരീഡിൽ ടീച്ചർ എടുത്ത ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിൽ നിന്ന് 10 MCQs നിങ്ങൾക്ക് ആപ്പിൽ ക്വിസായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അസ്ത്ര ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ മതിയാവും, നമ്മുടെ DPP സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നിപ്പോൾ മാത്സ് ആണെങ്കിൽ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസിൻ്റെ പാർട്ട് 1 ക്ലാസ് ആണെങ്കിൽ ഞാനത് എടുത്തു കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്നുള്ള 10 MCQs ആപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ക്വിസ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കറക്റ്റ് കൊടുക്കാം, അടുത്ത ക്വസ്റ്റ്യൻ വരും, ഓപ്ഷൻസ് കൊടുക്കാം, അടുത്ത ഓപ്ഷൻ വരും, നെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ശരിയായി, എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി, കറക്റ്റ് ആൻസർ എന്തൊക്കെയാണ്, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, നിങ്ങൾ എത്ര സമയം കൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, നിങ്ങളെ സക്സസ് റേറ്റ് എത്രയാണ്, നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ഇപ്പം സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് ഒരു പാർട്ടിലാണ് 10 MCQs. ഇപ്പം ആ ചാപ്റ്റർ ഞാൻ തീർക്കുന്നത് ഒരു 7 പീരീഡ് കൊണ്ടാണെങ്കിൽ 7 × 10 70 MCQs നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം അസ്ത്ര ബാച്ചിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. 7 × 10 70 MCQs ഒരു ചാപ്റ്ററിന്. അതായത് ഒരു ചാപ്റ്റർ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ എത്ര പീരീഡ് ആയിട്ടാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതേ × 10 അത്രയും MCQs ആ ചാപ്റ്ററിൽ നിന്ന് മാത്രം നിങ്ങൾ പഠിക്കുകയാണ്. ക്ലാസ്സിൽ ടീച്ചർമാർ ചെയ്യിപ്പിക്കുന്ന, ഞങ്ങൾ മാത്സിൻ്റെ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കുന്ന MCQs വേറെ ഉണ്ടാവും എക്സ്ട്രാ അഡീഷണൽ ആയിട്ട്. അപ്പം MCQസിൻ്റെ ഒരു എന്താ പറയുക നീണ്ട നിര തന്നെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് തന്നെ നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുക. ആൻഡ് സൈലത്തിൻ്റെ ഗൈഡിൽ ഒരുപാട് MCQs ഉണ്ട്, ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇത്രയും വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള MCQs, ഇനി ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള MCQs സൈലത്തിൻ്റെ മാത്സ് ഗൈഡിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. സൈലത്തിൻ്റെ മാത്സിൻ്റെ ഗൈഡ് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിയിരിക്കേണ്ട ഒരു ഗൈഡാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 PYQs കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗൈഡാണ് മാത്സിൻ്റെ ഗൈഡ്. അത് കൃത്യമായിട്ട് വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും, അവരോടൊന്ന് ഒരു ദിവസത്തേക്ക് ഈ ഗൈഡൊന്ന് തരുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി നോക്കിയിട്ട് ഒന്ന് മറച്ചിട്ട് നോക്കുക. ആ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി, ആൻസേഴ്സിൻ്റെ ക്വാളിറ്റി, ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയൊക്കെ ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വയം ഒരു ഡിസിഷനിലെത്തുക, ഈ ഗൈഡ് എനിക്ക് വേണോ വേണ്ടി വരുന്നതിനെ പറ്റി.
കാരണം മറ്റൊന്നുമല്ല, എനിക്ക് അത്രമേൽ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡിനെ പറ്റിയിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ MCQs മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നത് തന്നെയാണ് MCQs ക്രാക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തന്നത്. സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകൾ, അസ്ത്ര ബാച്ചിലുള്ള ലൈവ് ക്ലാസ്സുകൾ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സൈലത്തിൻ്റെ ഗൈഡ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അതുവഴി ഈ 3 റിസോഴ്സസ് വഴി നിങ്ങൾ മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് MCQസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ മാത്സ് എക്സാമിനേഷനിൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ. അടിപൊളിയായിട്ട് പഠിച്ചോളാം. ഇപ്പോഴേ കൃത്യമായിട്ട് പ്രിപ്പറേഷൻസ് തുടങ്ങിക്കോളാം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും സമാധാനത്തോടെ റിവൈസ് ചെയ്യാനും പറ്റുകയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്.